ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റിലൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തന്തൂരി ചിക്കൻ ബോക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. കുറച്ചധികം വെളുത്തുള്ളി ഉണ്ടാകുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുന്നു കണ്ടാൽ പിന്നെ അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 500 ഗ്രാമോളം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ള ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് പിച്ചെടുക്കുകയൊന്നും ചെയ്യില്ല, ഇതുപോലെ തന്നെ ഡയറക്റ്റ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണേ. അത് നല്ല പോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കഴിയുന്നതോട് കൂടിയിട്ട് അതിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം തള്ളിയിട്ട് വരാനൊക്കെ തുടങ്ങും കേട്ടോ. കുറച്ച് ടൈം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 2 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് അടിച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാനേ. അപ്പോൾ ഒരു 1-2 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം തള്ളി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ചിക്കൻ തന്നെ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട, അതൊന്ന് കുക്കായി വരാനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ തള്ളിയിട്ട് വരും കേട്ടോ. ഇനി എല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ആ ചിക്കൻ നല്ല പോലെ ഒന്ന് വേവായിട്ട് വരും. ഇടയിൽ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇങ്ങനെ ചിക്കൻ വേവായി വന്നിട്ടുണ്ട്, വെള്ളം തന്നെ ഒന്ന് കമ്മിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ആ വെള്ളം മൊത്തമായിട്ടൊന്ന് അതിൽ നിന്ന് അങ്ങ് വറ്റിച്ചെടുക്കാം. ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടെ അങ്ങ് വഴറ്റിയിട്ടെടുക്കാം. കുറച്ച് ടൈം ഒന്ന് വഴറ്റിയെടുക്കണം ഇതുപോലെ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അടുത്ത് കണ്ടിട്ട് തന്തൂരി മസാല കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് തന്നെ ചില്ലി ഫ്ലെക്സും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ആ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ. ഇനി ഇത്ര അധികം എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എരിവ് കുറച്ചിട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. പക്ഷേ ഇത്ര എരിവ് ഇട്ട് ചെയ്യുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലോണം ചിക്കനും നമ്മൾ എടുത്തിട്ടുണ്ട്. 1/2 കിലോന് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്ര അധികം മുളക് പൊടിയൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ തന്തൂരി മസാല നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം വലിയ ജീരകപ്പൊടിയും അതേപോലെ ഗരം മസാലയും കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്തെടുക്കുന്നത് തന്തൂരി ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പുകയുടെ ടേസ്റ്റൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ചൊന്ന് പുക ഒന്ന് കയറ്റിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ചൊന്ന് സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്കൊരു കരി വെച്ചിട്ട് ആ ഒരു പുകയുടെ ടേസ്റ്റൊക്കെ അതിലൊന്ന് വരുത്തിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ സെൻറ്ററിൽ ഒരു ചെറിയ ബൗളിൽ കുറച്ച് കരി കേട്ടോ, കണലാണ്, ചൂടുള്ള കണലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് അടിച്ച് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഫ്ലേവർ നമുക്ക് ആ ചിക്കനിൽ നല്ലോണം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാട്ടോ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ടു 20 മിനിറ്റ് ആട്ടോ നമുക്കിതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോഴേക്ക് ആ ഒരു ചിക്കനിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല പോലെ വരും. ഇപ്പോൾ ഒരു 20 മിനിറ്റിൻ്റെ അടുത്തൊക്കെ കണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു പുക ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി ഏകദേശം ഇങ്ങനെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ ഒക്കെ മാറ്റിയിട്ട് എടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഫ്ലേവറൊക്കെ അതിൽ നല്ല പോലെ വന്നിട്ടുണ്ടാവുമേ. ഇനി നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ചീസാണ് കേട്ടോ.
നമ്മളെ കയ്യിൽ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള മൊസറല്ല ചീസാണ് കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കുക. മൊസറല്ല ചീസോ അല്ലാന്നുണ്ടെങ്കിൽ ചെഡാർ ചീസോ ഏത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മയോണൈസ് നമുക്കിതിലേക്ക് വേണം. ഏകദേശം ഒരു 1/2 കപ്പോളം മയോണൈസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഈ ഒരു ഫില്ലിങ്സ് എന്ന് പറഞ്ഞത് കുറച്ച് ഇങ്ങനെ ഗ്രേവി ടൈപ്പ് ആയിട്ടാണ് വേണ്ടത്. അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പോളം തന്നെ ചീസും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ഇതുപോലെ തന്നെ ഞാൻ വേറൊരു റെസിപ്പിയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു മസാല അല്ല, അതൊരു വൈറ്റ് സോസൊക്കെ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവുന്ന ഒരു ബോക്സ് പാക്ക് ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആട്ടോ. കഴിഞ്ഞ നോമ്പിനാണ് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതും നമുക്ക് നോമ്പിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/2 കപ്പോളം മയോണൈസും അതിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഗ്രേവി ആയിട്ടാണ് കേട്ടോ നമുക്കിത് വേണ്ടത്. ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദയുടെ പേസ്റ്റ് വേണം കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം മൈദ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടാണ്. കുറച്ച് തിക്കായിട്ട് തന്നെ കേട്ടോ നമുക്ക് വേണ്ടത്. വല്ലാണ്ട് അങ്ങ് ലൂസാക്കിയിട്ട് എടുക്കാൻ പാടില്ലേ. ഇതുപോലെ ആക്കിയിട്ട് എടുക്കാം. അത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ഇതിലേക്ക് സമൂസയുടെ ഷീറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫില്ലിങ്സ് വെച്ചിട്ട് ഏകദേശം ഒരു 12 ആട്ടോ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 22 സമൂസയുടെ ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് 2 വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്രത്തോളം സമൂസയുടെ ഷീറ്റ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ നിന്ന് ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മൈദയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ആ ഒരു സെൻറ്ററിൽ മാത്രമായിട്ട് ഇതുപോലെ അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറൊന്നും ഇതുപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ അങ്ങ് ഒന്നങ്ങ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ആ ഒരു ഫില്ലിങ്സ് അങ്ങ് വെച്ച് കൊടുക്കാം. ഒരു 2 ടീസ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്കതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാനുള്ള സ്പേസ്. എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക. വല്ലാണ്ടങ്ങ് സൈഡൊക്കെ ആക്കണ്ട, സെൻറ്ററിൽ നിന്ന് കുറച്ചങ്ങ് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. ഇനി ഈ ഒരു ഭാഗം എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കട്ടോ. താഴ്ഭാഗത്തുള്ള ഷീറ്റാണ് ഞാൻ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദ പേസ്റ്റ് ഒന്ന് അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. നമ്മൾ എല്ലാ ഭാഗങ്ങളും ലോക്ക് ചെയ്തെടുക്കുന്ന പോലെ കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ചും കൂടെ മൈദയുടെ പേസ്റ്റ് ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു ഭാഗത്തുനിന്ന് അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കുക. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ അതുപോലെ തന്നെ മൈദയുടെ ആ ഒരു പേസ്റ്റ് അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ആ ഒരു ഭാഗം കൂടി അങ്ങ് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ മൊത്തം നമ്മളിങ്ങനെ ലോക്ക് ചെയ്തെടുക്കുന്ന പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഏത് ഭാഗത്തിലും കൂടെ ഇങ്ങനെ ഫില്ലിങ്സ് ഒന്നും പുറത്ത് പോവാതെ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ കാണിക്കുന്നില്ല. ഞാൻ ഫസ്റ്റ് ചെയ്ത് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു 11 to 12 ഒക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാനുണ്ടാവും. നമ്മൾ ഫില്ലിങ്സ് വെക്കുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഒക്കെ വരിക. അപ്പോൾ ഇതുപോലെ നല്ല സൈഡൊക്കെ നല്ല പോലെ ഹോൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ കറക്റ്റ് ആക്കിയിട്ട് എടുക്കണേ. ഇനി നമ്മൾ എങ്ങനെയാണ് ഫ്രീ ആക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിൽ ഞാൻ ഒരു പാനിൽ ഓയിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വട്ടമുള്ള ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലൊരു 4 ഇട്ടിട്ട് അങ്ങ് ഫ്രീ ആക്കി എടുക്കുകയാണ്. കുറച്ച് വലുപ്പമുള്ളതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രീ ആക്കി എടുക്കാൻ പറ്റും. പിന്നെ സമൂസ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ഫ്രീ ആയിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും തിരിച്ചും മറിച്ചും അങ്ങ് ഫ്രീ ആക്കിയിട്ട് എടുത്താൽ മതിയേ. ഇപ്പോൾ 2 സൈഡും നല്ല പോലെ ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് പതുക്കെ അങ്ങ് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നില്ലേ. അപ്പോൾ അതാ മൊത്തം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സും കൂടെയാണ്. അപ്പോൾ ഇതാ കട്ട് ചെയ്തൊക്കെ നോക്കുമ്പോൾ ഉൾഭാഗം കണ്ടില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.